വെള്ളത്തൊപ്പിയും വെള്ള വസ്ത്രവും ധരിച്ച് സ്കൂൾ മുറ്റത്ത് വന്ന അഡ്മിഷൻ കിട്ടുമെന്ന് കരുതിയോ? ഇപ്പൊ കാണാം നിങ്ങൾ അഡ്മിഷനും കൊണ്ട് പോണത്. ഞാനൊന്ന് കാണട്ടെ എന്ന്. എവിടെയാ? ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ BJP വർഷങ്ങളായി ഭരിക്കുന്ന സ്ഥലത്തോ? അല്ല, കേരളത്തിൽ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ ഡോക്ടർ CT ഈപ്പൻ മെമ്മോറിയൽ RHSലെ ഹെഡ് മിസ്ട്രസ്, പ്രധാന അധ്യാപികയുടെ പ്രവേശനോത്സവ ദിവസത്തെ ആക്രോശമാണ് ഇന്ന് ഈ നാട് ചർച്ച ചെയ്യാനായി പുറത്തു വന്നിരിക്കുന്നതാണ്. അധ്യാപകരൊക്കെ പോയി എത്തിപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. വെള്ള വസ്ത്രവും തൊപ്പിയും ധരിച്ച് ഈ സ്കൂളിൽ ഒരുത്തരെയും പഠിപ്പിക്കില്ല. ആ സ്കൂളിലെ സഹപ്രവർത്തകയെ അധ്യാപിക പറയുന്നു, വർഗീയതയാണ് അവർക്ക്. വർഗീയത. പിള്ളേരെ കിട്ടാനില്ലാത്തത് കൊണ്ട്, കുട്ടികളെ കിട്ടാനില്ലാത്തതുകൊണ്ട് അവധിക്ക് ഞങ്ങൾ വീട്ടിൽ ഇരുത്തിയിട്ടില്ല. ക്യാൻവാസിനായി കുട്ടികളെ പിടിക്കാനായി നാട് നീളെ ഞങ്ങൾ നടക്കുകയായിരുന്നു എന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ചക്കുവള്ളിയിൽ നിന്ന് ഈ കുട്ടികളെ ഒരു ദറസിൽ നിന്ന് കണ്ടെത്തി അവർക്ക് ഈ സ്കൂളിലേക്ക് അവരെ കൊണ്ടുവന്ന് പ്രവേശനോത്സവം അഡ്മിഷന് വേണ്ടി നിരവധി പ്രാവശ്യം ശ്രമിച്ചപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തള്ളിവിടുന്നു. അഡ്മിഷൻ കൊടുക്ക് HMA, അഡ്മിഷൻ കൊടുക്ക്, അവർ എല്ലാ ദിവസവും സ്കൂളിൽ വരും, വൃത്തിയായി അവർ പഠിക്കും എന്നൊക്കെ ഈ പിടിച്ചുകൊണ്ടുവന്ന, അവരെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവന്ന ടീച്ചേഴ്സ് പറയുന്നു, PTA പ്രസിഡന്റ് പറയുന്നു, രക്ഷിതാക്കൾ ഉറപ്പ് കൊടുക്കുന്നു. വർഗീയത എന്നൊരൊറ്റ കാര്യത്തിൽ നിന്നുകൊണ്ട് ഹെഡ് മിസ്ട്രസ് അവരെ പുറത്താക്കി. പ്രവേശനോത്സവത്തിൽ ഹെഡ് മിസ്ട്രസ് പറഞ്ഞ മുഴുവൻ ഡോക്യുമെന്റുകൾ, ആധാർ കാർഡുകൾ, TC അങ്ങനെ എല്ലാമായി രക്ഷിതാക്കളോടൊപ്പം അവർ വന്നു നിൽക്കുമ്പോഴാണ് ഹെഡ് മിസ്ട്രസ്, പ്രധാന അധ്യാപിക, ഈ വാക്ക് പറയുന്നത്. എല്ലാം അപമാനിച്ചു വിട്ടിട്ടും വെള്ളത്തൊപ്പിയും വസ്ത്രവും ധരിച്ച് ഈ സ്കൂൾ മുറ്റത്ത് വന്ന് നിൽക്കുക. ഇപ്പൊ അഡ്മിഷൻ അങ്ങനെ കൊണ്ടാകാമെന്ന് കരുതി. നടക്കില്ല എന്ന് പറയുന്നത് PTA പ്രസിഡന്റ് കേട്ടു. തിരുത്താൻ ശ്രമിച്ചു PTA പ്രസിഡന്റ്. അവരാ സ്റ്റാൻഡിൽ നിന്നു. HMA നിങ്ങളുടെ ജോലി വരെ പോവും. ഈ വർഗീയ പരാമർശം പുറത്തറിഞ്ഞാൽ അവർ വർഗീയതയിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. ഈ നാട്ടിൽ, ഈ സ്കൂളിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതേപോലെ വർഗീയത കൈയാളുന്ന, മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു അധ്യാപിക. BJP ഈ നാട്ടിൽ ഒരു സീറ്റിൽ നിന്ന് കഷ്ടിച്ച് കടന്നു കൂടിയവർ 3 സീറ്റിലേക്ക് എത്തുമ്പോ, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ സീറ്റ് എടുക്കുമ്പോ, ഇവിടെ വലിയ രീതിയിൽ അവരുടെ വോട്ട് ശതമാനം കൂടുമ്പോ, BJP ഉത്തരേന്ത്യയിലെ കുന്നം വെക്കുന്ന പോലെ കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നവരെ, നിഷ്പക്ഷമതികളെ, ഒരു സംശയവും നിങ്ങൾക്ക് അതിൽ വേണ്ട. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാകാം. BJP പയ്യെ അവരുടെ ശക്തി കൂട്ടുമ്പോ, ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവരും ഒരുമിച്ച് താമസിച്ച ഈ നാട്ടിൽ ഹിന്ദുക്കൾ വർഗീയത കണ്ടെത്തുന്നു BJPയോടൊപ്പം നിന്ന് എന്നുള്ളതാണ്. ഒരധ്യാപിക പോലും ഇങ്ങനെ ചിന്തിക്കുന്ന രീതിയിലേക്ക്, ഇസ്ലാം മതത്തിലുള്ളവർ പഠിക്കാൻ വരില്ല, അവർ ക്ലാസ്സിൽ കൃത്യമായി വരില്ല, വെള്ളിയാഴ്ച അവർ അവധിയെടുക്കും, അവിടെ വസ്ത്രധാരണം സോഷ്യൽ അല്ല, സമൂഹത്തിൽ കൂടത്തിൽ കൂട്ടാൻ കൊള്ളുന്നവരല്ല എന്നുള്ള രീതിയിലൊക്കെ ഒരധ്യാപിക ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടത്, അവിടുത്തെ ഒരു അധ്യാപിക തന്നെ പറയാണ്, പ്രധാന അധ്യാപികയ്ക്ക് വർഗീയത തുളുമ്പി നിൽക്കുകയാണെന്ന്. ആ പറഞ്ഞ അധ്യാപിക ഇസ്ലാം മത വിശ്വാസിയല്ല എന്നുള്ളതും നമ്മൾ എടുത്തു കാണേണ്ടതാണ്. കൊല്ലത്തെ ശാസ്താംകോട്ടയിലെ CT ഈപ്പൻ മെമ്മോറിയൽ ഹയർ സ്കൂളിലെ ഈ വലിയ സംഭവം ഇന്ന് നാട് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. എത്രമേൽ വലിയ ആപൽക്കരമായ വർഗീയതയിലേക്കാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ട, അവർക്ക് ദിശാബോധം കൊടുക്കേണ്ട സ്കൂളിലെ പ്രധാന അധ്യാപിക പോലും കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്.